ടെക്സ്റ്റിനകത്ത് മോഡൽ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമ്പിളൊക്കെ തന്നിട്ട് ഒരുപാട് കാര്യങ്ങളായിട്ടുണ്ട്. നമ്മുടെ മോഡൽ എന്ന് പറഞ്ഞാൽ എത്രയാണുള്ളത്. ഇനി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ. ഹോമോജിനിറ്റി ഓഫ് വാരിയൻസ്, അതായത് നമ്മുടെ വാരിയൻസസ്, അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ബേസിക് അസംഷൻ അണ്ടർലൈൻ അനാലിസിസ് ഓഫ് വാരിയൻസ് ഈസ് ദാറ്റ് ഈച്ച് ഓഫ് അവർ പോപ്പുലേഷൻ ഹാസ് സെയിം വേരിയൻസ്. നമ്മൾ എടുക്കുന്നതിനെല്ലാം സെയിം വേരിയേഷൻസ് ആയിരിക്കണം ഉണ്ടായിരുന്നത്, സെയിം വേരിയൻസ് ആയിരിക്കണം ഉണ്ടായിരിക്കുന്നത്. ആ ഒരു കണ്ടീഷനെ നമ്മൾ പറയുന്ന പേരാണ് ഹോമോസ്കെഡാസ്റ്റിസിറ്റി എന്നുള്ളത്. അതായത് ഹോമോജിനിറ്റി ഓഫ് വാരിയൻസ്, ഹോമോസ്കെഡാസ്റ്റിസിറ്റി. ആൻഡ് ഇതിനകത്ത് കണ്ടത് നമ്മൾ 5 പോപ്പുലേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ σ1² = σ2² എക്സെട്ര σe² എന്ന് പറയും. അതിൻ്റെ ഈ സബ്സ്ക്രിപ്റ്റായിട്ടുള്ള ഈ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എററിനെയാണ്. ഈ സ്റ്റാൻഡ്സ് ഫോർ എററാണ്. ഈ σe² എന്ന് പറയുന്നത് എറർ വാരിയൻസ് ആണ്. എററിനെ കൊണ്ട് കണ്ടുപിടിക്കുന്നത്, അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതും ഒബ്സർവ് ആയിട്ടുള്ള ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ എററിന് പറയുക. അതായത് εij എന്ന് പറയും. അതിൻ്റെ ഒരു വാരിയൻസ് ആണ് നമ്മൾ σe² ആയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണുള്ളത്. ഹോമോജിനിറ്റി ഓഫ് വാരിയൻസ് എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടീഷനാണ്. അതിനെ ഹോമോസ്കെഡാസ്റ്റിസിറ്റി എന്ന് പറയും. എക്സാമിന് ഹോമോസ്കെഡാസ്റ്റിസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, അതായത് നമുക്ക് അനോവയിലുള്ളൊരു അസംഷനാണ്. അസംഷൻ എന്ന് പറയാനില്ല, അതായത് നമ്മൾ നോർമലി വാരിയൻസ് ഈക്വൽ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹോമോസ്കെഡാസ്റ്റിസിറ്റിയാണ്. ആ കണ്ടീഷനെ നമ്മൾ പറയുന്ന പേരാണ് ഹോമോസ്കെഡാസ്റ്റിസിറ്റി, അതായത് ഹോമോജിനിറ്റി ഓഫ് വാരിയൻസ് എന്നുള്ളതാണ് അത് മീൻ ചെയ്യുന്നത്. ഇനി ചില കണ്ടീഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ആ ഒരു കണ്ടീഷൻ ചെറുതായിട്ടൊന്ന് ലൂസ് ചെയ്യാം, കുറച്ച് റിലാക്സ് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള കണ്ടീഷനിൽ എന്താണ് വാരിയൻസ് ഈക്വൽ ആകണമെന്നില്ല. ആ ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്ന പേരാണ് ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി അഥവാ ഹെട്രോജിനിറ്റി ഓഫ് വാരിയൻസ്. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടിൽ ചെറിയൊരു വാരിയേഷൻസ് വരാം എന്നുള്ളതാണ് കണ്ടീഷൻ. സോ ഫസ്റ്റത്തെ കണ്ടീഷനാണ് ഹോമോജിനിറ്റി ഓഫ് വാരിയൻസ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നോർമാലിറ്റി, അത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ എടുക്കുന്ന ഒബ്സർവേഷൻ്റെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം, നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡിപെൻഡൻ്റ് ഓഫ് ഒബ്സർവേഷൻ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കണ്ടീഷൻസാണ്. അതായത് നമ്മുടെ എടുത്തിരിക്കുന്ന എല്ലാ ഒബ്സർവേഷൻസും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അതായത് ഒരു ഒബ്സർവേഷൻ ഒക്കർ ചെയ്യുന്നത് മറ്റേ ഒബ്സർവേഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. അതായത് ഇപ്പോൾ മ്യൂസിക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, അതായത് ഒരാൾക്ക് ചേഞ്ച് ഉണ്ടായത് കൊണ്ട് മറ്റാളും ചേഞ്ച് ഉണ്ടാവണം അങ്ങനെ ഇല്ലല്ലോ. ഒരാൾക്ക് ചിലപ്പോൾ ചേഞ്ച് ഉണ്ടായിരിക്കും, മറ്റാൾക്ക് അത് എഫക്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ രണ്ടുപേരും എന്താണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതേപോലെ എല്ലാ ഒബ്സർവേഷൻസും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം നമ്മൾ അനോവ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. ഇതിനാണ് നൾ ഹൈപ്പോത്തസിസ്. അത് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് എപ്പോഴും എന്താ വരിക, μ1 = എത്രയാണോ വേണ്ടത് അതാണ് വരും. μ1 = എക്സെട്ര ചെക്ക് ചെയ്യാനുള്ളതാണ് നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് വരുന്നത്.